മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും ഉറച്ചു നിന്നു. ആത്മീയ നേതാവിനെ അല്ല, മുസ്ലിം ലീഗ് പ്രസിഡന്റിനെ കുറിച്ചാണ് താൻ പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി. പിണറായി വിജയനെ പിന്തുണച്ച കൂടുതൽ നേതാക്കൾ ഇന്ന് രംഗത്ത് വന്നു. എന്നാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ചാൽ ശക്തമായ മറുപടി നൽകുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയായെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ചൊല്ലി വാക്പോര് തുടരുകയാണ്. അതിനിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ വിമർശനം മുഖ്യമന്ത്രി ആവർത്തിച്ചു. രാഷ്ട്രീയ പാർട്ടി നേതാവ് സ്വീകരിക്കേണ്ട നിലപാടല്ല സാദിഖ് അലി സ്വീകരിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും സ്വീകരിക്കുന്ന തീവ്രവാദ നിലപാടിനോട് ലീഗ് സമരസപ്പെട്ടെന്നും മുഖ്യമന്ത്രി. ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞ തുള്ളലാണ് പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാൻ. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിഖ് അലി തങ്ങളെ കുറിച്ചാണ്. സാദിഖ് അലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPIM നേതാക്കൾ ഇന്നും രംഗത്ത്. രാഷ്ട്രീയത്തിൽ എല്ലാവരും വിമർശന വിധേയരെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വിമർശന വിധേയരാകും, സ്വാഭാവികമാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കുന്നതിൽ പുതുമയായിട്ടൊന്നുമില്ല. വിമർശിക്കരുത് എന്ന് നിർബന്ധമുണ്ടെങ്കിൽ വിമർശനം ക്ഷണിച്ചുവരുന്ന പ്രസ്താവനയിൽ നിന്നും രാഷ്ട്രീയ പ്രചാരണത്തിൽ നിന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാറി നിൽക്കണമെന്ന് KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി. അധികാരത്തിനുവേണ്ടി ലീഗ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതമൗലിക കക്ഷികളുമായി ചങ്ങാത്തം സ്ഥാപിക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനം സ്വാഭാവികമാണെന്ന് CPIM മറുപടിയുമായി KM ഷാജി. സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ജമാഅത്ത് അനുഭാവ പ്രയോഗം എത്രമാത്രം വിഡ്ഢിത്തം നിറഞ്ഞതാണെന്നും അതെത്രമാത്രം സംഘീയ പ്രീണനമാണെന്നും ഒരു സംഘീയ അനുഭാവിയായിട്ടുള്ള മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു എന്നത് മാത്രമാണ് അതിലെ രാഷ്ട്രീയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രിയെ വിമർശിച്ച് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക തുടർച്ചയായ 2ാം ദിവസവും ലേഖനമെഴുതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.